RJ സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 നവംബർ 3 വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന എല്ലാവർക്കും ഏറെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ഇന്ന് നിരവധി ആനുകാലികമായ സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2020 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ്? 2020 പത്മപ്രഭ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രദ്ധിക്കുക, ശ്രീകുമാരൻ തമ്പിയാണ് 2020 പത്മപ്രഭ പുരസ്കാര ജേതാവ്. അതുപോലെ ആധുനിക വയനാടിന്റെ ശില്പികളിൽ പ്രമുഖനായ MK പത്മപ്രഭ ഗൗഡരുടെ പേരിൽ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം. 75,000 രൂപയാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രശസ്തി പത്രവും പത്മരാഗക്കല്ല് പതിച്ച ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവാർഡുകളുടെ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രഥമ പുരസ്കാരം പഠിക്കുന്നുണ്ട്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷത്തെ പഠിക്കുന്നുണ്ട്. പ്രഥമ പുരസ്കാരം നേടിയത് 1996 ഉണ്ണികൃഷ്ണൻ പുതൂരാണ്. 1996 മുതലാണ് ഈ പുരസ്കാരം നൽകാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ 2018 കൽപ്പറ്റ നാരായണനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. 2019 സന്തോഷ് എച്ചിക്കാനും. ശ്രദ്ധിക്കുക, 2019 സന്തോഷ് എച്ചിക്കാനും, 2020 ശ്രീകുമാരൻ തമ്പി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2019 മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2019 വരെയാണ് നൽകിയത്, അതിപ്പോഴാണ് നൽകുന്നത്. ഹരിഹരനാണ് അത് ലഭിച്ചത്. ഹരിഹരനാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം. ഇതിൻ്റെ പ്രഥമ പുരസ്കാരം ഇത് 1992 മുതലാണ് നൽകാൻ തുടങ്ങിയത്. പ്രഥമ പുരസ്കാരം ആർക്കാണ്? T വാസുദേവൻ. ശ്രദ്ധിക്കുക, പ്രഥമ പുരസ്കാരം T വാസുദേവനാണ്. 2016 അടൂർ ഗോപാലകൃഷ്ണന്, 2017 ശ്രീകുമാരൻ തമ്പിക്ക്, 2018 ഷീലയ്ക്കുമാണ്. 2018 ആർക്കാണ്? ഷീലയ്ക്ക്. ഇപ്പോൾ 2019 ഹരിഹരൻ. ഇതുവരെ പ്രധാനമായിട്ടും 1992 ആദ്യ പുരസ്കാരം നൽകുന്നത്, അത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വ്യോമയാന കമ്പനികളിലെ ആദ്യ വനിതാ CEO ആയി നിയമിതയായത് ആരാണ്? ഇന്ത്യൻ വ്യോമയാന കമ്പനികളിലെ ആദ്യ വനിതാ CEO ആയി നിയമിതയായത് ആരാണ്? നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഹർപ്രീത് സിംഗ് ആണ് ആദ്യ വനിതാ CEO. ഇന്ത്യൻ വ്യോമയാന കമ്പനികളിലെ ആദ്യ വനിതാ CEO ആരാണ്? ഹർപ്രീത് സിംഗ്. എയർ ഇന്ത്യക്ക് കീഴിലുള്ള അലയൻസ് എയറിൻ്റെ CEO ആണ്. എയർ ഇന്ത്യക്ക് കീഴിലുള്ള അലയൻസ് എയറിൻ്റെ CEO ആണ് ഹർപ്രീത് സിംഗ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇടുക്കി ഡാം വഴികാട്ടിയായ കൊലുമ്പന്റെ പ്രതിമ സ്ഥാപിച്ചവിടെ? നമുക്ക് ഇന്ന് കാണുന്ന ഇടുക്കിയുടെ ആർച്ച് ഡാം. ഈ ആർച്ച് ഡാമിന് ശരിക്കും പറഞ്ഞാൽ വഴികാട്ടിയായ സ്ഥലം കാണിച്ചതെന്നാണ് കൊലുമ്പൻ. ഈ കൊലുമ്പന്റെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് എന്നുള്ളതാണ്. കൊലുമ്പന്റെ പ്രതിമ സ്ഥാപിച്ച വെള്ളാപ്പാറയാണ് കൊലുമ്പന്റെ പ്രതിമ സ്ഥാപിച്ചത്. അതിന്റെ ശില്പി കുന്നുവിള മുരളിയാണ്. ശ്രദ്ധിക്കുക, ശില്പി കുന്നുവിള മുരളി. അത് സ്ഥാപിച്ചത് എവിടെയാണ്? വെള്ളാപ്പാറ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ രാജ്യാന്തര ഏകദിന മത്സരങ്ങൾ നിയന്ത്രിച്ച അമ്പയർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാര്? ഏറ്റവും കൂടുതൽ രാജ്യാന്തര ഏകദിന മത്സരങ്ങൾ നിയന്ത്രിച്ച അമ്പയർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? അന്താരാഷ്ട്ര ഏകദിന മത്സരം നിയന്ത്രിച്ച അമ്പയർ അലീംദാറാണ്. പാകിസ്ഥാന്റെ അലീംദാറാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ നിയന്ത്രിച്ച ഏകദിന മത്സരം നിയന്ത്രിച്ച അമ്പയർ. അടുത്ത ക്വസ്റ്റ്യൻ, 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതാരാണ്? ഞാൻ ഈ തവണ കൂടുതൽ അവാർഡുകൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, ധാരാളം മത്സര പരീക്ഷകൾ വരുന്നതുകൊണ്ട് തന്നെയാണ്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരാണ്? 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2 പേർക്ക് ലഭിച്ചിരുന്നു. V മധുസൂദൻ നായർക്കും ശശി തരൂരിനും. ശ്രദ്ധിക്കുക, V മധുസൂദൻ നായർക്കും ശശി തരൂരിനുമാണ് ഈ അവാർഡ് ലഭിച്ചത്. ശശി തരൂർ എഴുതിയ ആൻ എറ ഓഫ് ഡാർക്ക്നെസ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൃതികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആൻ എറ ഓഫ് ഡാർക്ക്നെസ് എന്ന പുസ്തകത്തിന് ഇംഗ്ലീഷ് വിഭാഗത്തിലാണ് ശശി തരൂരിന് കിട്ടിയത്. എന്നാൽ മധുസൂദൻ നായർ എഴുതിയ അച്ഛൻ പിറന്ന വീട് എന്ന കവിതയ്ക്കുമാണ് പുരസ്കാരം. ഇപ്പം മധുസൂദൻ നായരുടെ അച്ഛൻ പിറന്ന വീട്, ശശി തരൂരിന്റെ ആൻ എറ ഓഫ് ഡാർക്ക്നെസ്. അതുപോലെ ഇത് പ്രഥമ പുരസ്കാരം ലഭിച്ചത് R നാരായണ പണിക്കർക്കാണ്. പ്രഥമ പുരസ്കാരം R നാരായണ പണിക്കർ. അദ്ദേഹത്തിന്റെ കൃതി ഭാഷാ സാഹിത്യ ചരിത്രമായിരുന്നു. 1955 പ്രഥമ പുരസ്കാരം നൽകിയത് R നാരായണ പണിക്കർ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ പുതിയ ആഗോള റാങ്കിങ്ങിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഏക യൂണിവേഴ്സിറ്റി. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ പുതിയ ആഗോള റാങ്കിങ്ങിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഏക യൂണിവേഴ്സിറ്റിയാണ് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ
ആഗോള റാങ്കിൽ ഉൾപ്പെട്ട യൂണിവേഴ്സിറ്റി കുസാറ്റാണ്. ശ്രദ്ധിക്കുക, കുസാറ്റാണ് ഈ യൂണിവേഴ്സിറ്റി. കേരളത്തിൽ നിന്ന് ഒരേ ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ ഇത് സെലക്ട് ചെയ്തുള്ളൂ, കുസാറ്റാണത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന സുഖോയ് 30 ഫൈറ്റർ എയർക്രാഫ്റ്റിൽ നിന്ന് പരീക്ഷിച്ച സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഏതാണ്? അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന സുഖോയ് 30 ഫൈറ്റർ എയർക്രാഫ്റ്റിൽ നിന്ന് പരീക്ഷിച്ച സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഏതാണെന്നാണ്? ബ്രഹ്മോസ് ആണ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ. ശ്രദ്ധിക്കുക, ബ്രഹ്മോസ് ആണ് വിജയകരമായിട്ട് പരീക്ഷിച്ചതാണ് ബ്രഹ്മോസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ആദ്യത്തെ എസ്കലേറ്റർ കം എലവേറ്റർ ഫുട് ഓവർ ബ്രിഡ്ജ് ഫുട് ഓവർ ബ്രിഡ്ജ് വന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. കോഴിക്കോടാണ് എസ്കലേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജ്. ഇതാ ഇവിടെ എസ്കലേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജാണ് നമ്മൾ കാണുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2020 KPS മേനോൻ സ്മാരക അവാർഡ് നേടിയതാരാണ്? 2020 KPS മേനോൻ സ്മാരക അവാർഡ് നേടിയത് ആരാണ്? KPS മേനോൻ സ്മാരക അവാർഡ് നേടിയത് ഡോക്ടർ M ലീലാവതിയാണ്. ശ്രദ്ധിക്കുക, KPS മേനോൻ സ്മാരക അവാർഡ് നേടിയതാരാണ്? M ലീലാവതി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ. 2020 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം നേടിയതാരല്ല? വിവിധ വിഭാഗങ്ങളിൽ നൽകുന്നുണ്ട്. 2020 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം നേടിയത് ആരല്ല? അപ്പോൾ ഒന്നിലധികം പേരുണ്ട് എന്നുറപ്പ്. നമുക്ക് ആരൊക്കെയാന്ന് നോക്കാം. കഥാസമാഹാര ഇനത്തിൽ ടി പത്മനാഭനാണ്. ടി പത്മനാഭന്റെ മരയ, എൻ്റെ മൂന്നാമത്തെ നോവൽ എന്നിവയും ഈ 2 നോവലിനാണ് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തത്, ടി പത്മനാഭനെ. അതുപോലെ തന്നെ നോവൽ വിഭാഗത്തിൽ സുഭാഷ് ചന്ദ്രൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. അതിൽ ടി പത്മനാഭൻ്റെ ചിത്രം ഇത്. സുഭാഷ് ചന്ദ്രനും നോവൽ വിഭാഗത്തിൽ സുഭാഷ് ചന്ദ്രൻ്റെ സമുദ്രശില. ഇനി യുവകഥാ സമാഹാരത്തിന് കണ്ണൂർ സ്വദേശി അമൽരാജ് പാറമേലിൻ്റെ നാഗു സാഗുവ ഹാദിയലിയും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. നാഗു സാഗുവ ഹാദിയലി, അമൽരാജ് പാറമേലിൻ്റെ. അതേപോലെ സുഭാഷ് ചന്ദ്രൻ്റെ സമുദ്രശില. ഈ 3 കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. 3 വ്യക്തികളുടെ പേരുണ്ട് ഇവിടെ. അടുത്ത കേരള ഭാഗ്യക്കുറി ആരംഭിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഇപ്പോൾ OTP ഒക്കെ ചെക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്കാൻ ചെയ്തുകൊണ്ടുള്ള പുതിയ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഭാഗ്യകേരളം എന്നാണ് അതിൻ്റെ പേര്, ഭാഗ്യകേരളം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏത് IIT ആണ് കോവിഡ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കോവിഡ് ഗെയിം പുറത്തിറക്കിയത്? ഇന്ത്യയിലെ ഏത് IIT ആണ് കോവിഡ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കോവിഡ് ഗെയിം പുറത്തിറക്കിയത്? ഏതാണെന്ന് നമുക്ക് നോക്കാം. മദ്രാസ് IIT ആണ്. IIT മദ്രാസ് ആണ് ഇത്തരത്തിലുള്ള കോവിഡ് ഗെയിം പുറത്തിറക്കിയത്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനലിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.